ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഈ സമയം അറിയേണ്ടത് എന്താണ്, നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ്. പ്ലീസ് ടേക്ക് എ ഡീപ് ബ്രെത്ത്. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് വാണ്ട്സ് ആണ്. ഈ ഒരു ബന്ധത്തിൽ ഒരിക്കൽ അങ്ങേയറ്റം സന്തോഷമുണ്ടായിരുന്നു. ഒരിക്കൽ നിങ്ങൾ സേഫ് ആണെന്ന് തോന്നിയ, ഇതാണ് എൻ്റെ ആള് എന്ന് മനസ്സുകൊണ്ട് തോന്നിയിരുന്ന ഒരു ബന്ധം. നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ അവർ തന്നിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിയായിട്ട് കണ്ടിരുന്നു. നിങ്ങൾ തമ്മിൽ ഒരുപാട് ഫ്യൂച്ചർ ഡ്രീംസ് കണ്ടിരുന്ന ഒരു ബന്ധമായിരുന്നു. ഒരു സ്റ്റേബിൾ ബേസ് ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ്. പക്ഷേ ഇതൊരു ഭൂതകാല സന്തോഷം. അതായത് ഈ എനർജി എല്ലാം ഉണ്ടായിരുന്നത് ഒരു പാസ്റ്റിലായിരുന്നു, അതായത് മുൻകാലങ്ങളിൽ. നിങ്ങൾക്കിടയിൽ അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? നിങ്ങൾ ആ ഓർമ്മകളിൽ പിടിച്ചു നിൽക്കുകയാണോ? നെക്സ്റ്റ് കാർഡ് 2 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി അനുസരിച്ച് നിങ്ങൾ 2 ചോയ്സിന്റെ നടുവിലാണ്. ഞാൻ വെയിറ്റ് ചെയ്യണോ അതല്ല മൂവ് ഓൺ ചെയ്യണോ? നിങ്ങൾ രണ്ടുപേരും ഒരു ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ആക്ഷൻ എടുക്കുന്നില്ല. നിങ്ങൾക്കാണ് ഈ ഒരു ബന്ധം വിട്ടുപോകാൻ ഉള്ള ഭയം. നെക്സ്റ്റ് കാർഡ് ദ ഹാങ്ഡ് മാൻ ആണ്. ഈ ഒരു കാർഡ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നുണ്ട്. ഡിലേ, സാക്രിഫൈസ്, വൺ സൈഡഡ് എഫേർട്ട്. ഈ ബന്ധത്തിൽ ഒരാൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്നേഹമായാലും ധനമായാലും സമയമായാലും എല്ലാം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു ബന്ധം മനോഹരമാകുമെന്നും പഴയതുപോലെ പുനർജീവിച്ചു വരുമെന്നും ശരിക്കും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരാൾ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇപ്പോൾ അറിയേണ്ടുന്ന ഒരു ഡിവൈൻ ഗൈഡൻസ് എന്നത്, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു, പക്ഷേ നിലവിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടുന്ന സമയമാണ്. ഇതൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയ ഒരു ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കാത്തിരിപ്പ് ഒരു 1 ഇയറിനകത്താണെങ്കിൽ ഓക്കെ. 1 ഇയറിന് മുകളിലേക്കുള്ള കാത്തിരിപ്പ് എന്നത് വളരെ റിസ്കിയാണ്. സ്നേഹിക്കുന്നവർ ഒരിക്കലും പിരിഞ്ഞിരിക്കില്ല. അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. 1 വർഷത്തിനപ്പുറത്തേക്ക് നീളുന്ന ഒരു കാത്തിരിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നിങ്ങളും മാറേണ്ടതുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ സ്നേഹം അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായും അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും. ഈ ഒരു ബന്ധത്തിൽ ചോയ്സ് നിങ്ങളുടെ ഭാഗത്താണ്. ഡിവൈൻ ആ ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുതരുന്നതായിരിക്കണം. നിങ്ങളുടെ പിണക്കം ഒന്ന് സംസാരിച്ചാൽ തീരുന്നതാണ് എങ്കിൽ നിങ്ങൾ തന്നെ അതിന് മുൻകൈ എടുക്കണം. ഈ ഒരു റിലേഷൻഷിപ്പിന് എന്തായാലും ഒരു ക്ലാരിറ്റി വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഒരുപാട് കാലമായി, അതായത് 1 വർഷത്തിന് അപ്പുറത്തേക്കൊക്കെ നീണ്ട ഒരു ബ്രേക്കപ്പ് ആണ് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറേണ്ടിയിരിക്കുന്നു. നിങ്ങൾ സെൽഫ് വർത്ത് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിനെ ഓർത്തുള്ള ഒരു ഓവർ തിങ്കിങ് അതൊക്കെ ഒന്ന് ഒഴിവാക്കി ജസ്റ്റ് ഒന്ന് കുറച്ച് മൈൻഡ് വളരെ കാമാക്കി മെഡിറ്റേറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ മനോഹരമായ ആ ഒരു ഏറ്റവും നല്ല വേർഷനിലേക്ക് വരിക. ആ ഒരു വേർഷൻ തീർച്ചയായും അവരെ അട്രാക്ട് ചെയ്യും. അവർ നിങ്ങൾക്കരികിലേക്ക് വരും. തുടരണോ വേണ്ടായോ എന്നുള്ള ചോയ്സ് അപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. താങ്ക് യു.